നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാരിയോ. ഈ വെള്ളക്കുപ്പി പവർ ബാങ്കായിട്ട് എങ്ങോട്ടാ യാത്ര പോകുമെന്ന് ചോദിച്ചിട്ടുണ്ടോ? അതെ, നമ്മൾ യാത്ര പോകും. ഈ യാത്രയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറയാം. ഞാൻ ആദ്യം ഈ പവർ ബാങ്കും വെള്ളക്കുപ്പിയും ഡിക്കിയിൽ കീപ്പ് ചെയ്യട്ടെ. പിന്നെ ചാർജോടും വെച്ചാൽ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ സെറ്റായി. നമ്മൾ ഏത് വണ്ടിയിലാണ് പോകുന്നത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഈ കാണുന്ന വണ്ടിയിലാണ് പോകുന്നത്. 2022 മോഡൽ ഫസ്റ്റ് ജനറേഷൻ ഓല S1 Pro. ഇവനെയും കൊണ്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ കണ്ടില്ല ഗൈസ്, നമ്മുടെ വണ്ടി ഫുള്ളി ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ 99% ചാർജ് ഉണ്ട്. നമുക്ക് ഇത് വേണ്ട, നമുക്കിനി ട്രിപ്പും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര കിലോമീറ്റർ പോയിന്ന് കറക്റ്റായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ട്രിപ്പിനുള്ള കോസ്റ്റ്യൂം. അപ്പോൾ നമുക്കൊന്ന് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാമല്ലോ. രാവിലെ തന്നെ അപ്പയുടെ കോഡ് കണ്ടിട്ട് എഴുന്നേറ്റ്. ഈ അപ്പ എന്ന് പറഞ്ഞത് എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനെ കേട്ടോ. ഞാനും അപ്പാന്ന് തന്നെ വിളിക്കാറ്. നാട്ടിൽ റബ്ബറും പിന്നെ അല്ലറ ചില റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഫോൺ എടുത്തപ്പോൾ തന്നെ 2 ചോദ്യം. എടാ നീ എവിടെയാ? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ ഉറങ്ങാന്ന്. രണ്ടാമത്തെ ചോദ്യം, എടാ നിനക്ക് എറണാകുളം വരെ ഒന്ന് പോകാൻ പറ്റുമോ? ഉറക്കപ്പിച്ചിലായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു പിന്നെന്താ പോകാലോ. പിന്നെ പറഞ്ഞു എടാ എന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കേ എന്നും പറഞ്ഞു പോയി. ഞാൻ വീണ്ടും പോയി കിടന്നുറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആരെ വിളിച്ചിരുന്നല്ല ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് അപ്പ വിളിച്ചിരുന്നു. അപ്പയോട് വിളിച്ച് തിരിച്ച് വിളിച്ചപ്പോഴാണ് അപ്പ പറയുന്നത്, എടാ നീ എറണാകുളം പോകാൻ സമ്മതിച്ചല്ലേ നേരത്തെ വിളിച്ചപ്പോൾ. അപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ തെളിഞ്ഞ് ഓർമ്മ വന്നത്. ഞാൻ രാവിലെ വിളിച്ചപ്പോൾ അപ്പയോട് എറണാകുളം പോകാൻ സമ്മതിച്ചു പോയി. ഇതൊക്കെ പെട്ടെന്നാണല്ലോ നടന്നത്. എന്തായാലും നടന്നു. എന്താ കാര്യം എന്ന് ഡീറ്റെയിൽ ആയി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് കുറച്ച് തേങ്ങ എറണാകുളത്ത് എത്തിക്കണം. എൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് എത്തിക്കേണ്ടത്. ഇത് ബസ്സിന് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഒരാളപ്പം പോകണം. അങ്ങനെ ഒപ്പം പോവുകയാണെങ്കിലും അയാൾക്ക് നല്ലൊരു ചിലവ് വരും. പിന്നെ അവിടുന്ന് എത്തിക്കഴിഞ്ഞാലും വീണ്ടും അവിടുന്ന് കുറച്ചുകൂടി പോകണം. നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് സംശയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ സംശയത്തിനുള്ള ഉത്തരം നമ്മൾ പോകെ മനസ്സിലാവും. നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത് കാളികാവ് എന്ന സ്ഥലത്തു നിന്നാണ്. മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനും പെരിന്തൽമണ്ണയ്ക്കും ഏകദേശം നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഒരു നാടാണ് കാളികാവ്. നിലമ്പൂരിൽ നിന്ന് ഏകദേശം കാളികാവിലോട്ട് 21 കിലോമീറ്ററും പെരിന്തൽമണ്ണയിൽ നിന്ന് 31 കിലോമീറ്ററാണ് ഉള്ളത്. എൻ്റെ നാടിനെ കുറിച്ച് വിശദീകരിച്ച് ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. ഇനി നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് രാമമംഗലമാണ്. എറണാകുളം ജില്ലയിൽ തൊടുപുഴ പോകുന്ന റൂട്ടിലുള്ള ഒരു ചെറിയ നാടാണ് രാമമംഗലം. എക്സാക്ട്ലി ഒരു സ്കൂളിൻ്റെ പേരാണ് നമുക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ റൂട്ട് മാപ്പ്. ഏകദേശം 179 കിലോമീറ്റർ നമുക്ക് പോകാം, ഒരു സൈഡ് മാത്രം. ഒറ്റ സ്ട്രെച്ചിൽ ഈ 179 കിലോമീറ്റർ കവർ ചെയ്യുന്നതാണ് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി എവിടെ നിർത്തി ചാർജ് കിട്ടിയാൽ പിന്നെ പോകുള്ളൂ. നമ്മുടെ ഫസ്റ്റത്തെ ടാസ്ക് കാരണം നമ്മൾ ആദ്യം പോയി തേങ്ങ പിക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ തേങ്ങ പിക്ക് ചെയ്യാനുള്ള സ്പോട്ടിലെത്തി. ജീപ്പിലാണ് തേങ്ങ കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് നമുക്ക് ഇതെടുത്ത് പോകണം. അല്ലല്ല അവിടെ വെച്ചാൽ അടുത്ത വെച്ചടി ചാർജറൊക്കെ എടുത്തോ. അതും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ അപ്പം ഇനി നമുക്ക് പോവാം. ഇനി നമ്മൾ പോകേണ്ടത് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 160 കിലോമീറ്ററോളം പോകണം. നമ്മൾ തേങ്ങ പിക്ക് ചെയ്ത് ഇനി ഇവിടുന്ന് 160 കിലോമീറ്ററോളം പോകണം. നമ്മുടെ വണ്ടിയുടെ ഏകദേശം എസ്റ്റിമേഷൻ 120 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടമാതിരി തന്നെ ഡിക്കിയിലും എൻ്റെ ഫുഡ് റെസ്റ്റ് ഉണ്ടല്ലോ, ഇവിടെയും തേങ്ങ ഉണ്ട്. എനിക്ക് കാല് ചവിട്ടാനൊക്കെ പറ്റും, സുഖമായിട്ട് ചവിട്ടാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ 1000 രൂപ കിട്ടുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഇനി പൈസ വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, എടാ നീ വീട്ടിലുള്ള ബൈക്ക് എടുത്ത് പോയി വാ, നിന്റെ ചിലവ് മൊത്തം ഞാൻ നോക്കിക്കോളാം, പെട്രോൾ മൊത്തം ഞാൻ അടിച്ചോളാം, നിനക്കൊരു 500-600 എക്സ്ട്രാ തരും ചെയ്യാനാണ്. അപ്പോൾ അപ്പയോട് ഞാൻ ചോദിച്ചു, അപ്പേ എത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ടി വരും? അപ്പോൾ അപ്പ പറഞ്ഞു ഏകദേശം ഒരു 800 രൂപയ്ക്ക് എന്തായാലും പെട്രോൾ അടിക്കണം പോയി വരണമെന്നുണ്ടെങ്കിൽ. എടുത്ത പാടെ ഞാൻ അപ്പയോട് പറഞ്ഞു, അപ്പേ ഞാൻ തമ്മിൽ എന്തിനെ പേടിക്കണം, ആ 800 രൂപ എനിക്ക് തന്നാൽ മതി, ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് പോയിക്കോളാം. ഞാൻ എന്തുകൊണ്ട് അത്ര ധൈര്യത്തോടെ അപ്പയോട് പറഞ്ഞത് നീ വീഡിയോ കാണുന്ന മിക്കവാറും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എൻ്റെ വണ്ടി എടുത്ത് എറണാകുളം പോയി വരുമ്പോൾ എനിക്ക് 0 എക്സ്പെൻസാണ്.
ഞാനിപ്പോൾ എറണാകുളം പോകുന്നത് ഒരു പെട്രോൾ വെഹിക്കിളിലാണെങ്കിൽ എനിക്ക് 800 രൂപ ടു 900 രൂപ വരെ എനിക്കൊരു പെട്രോൾ എക്സ്പെൻസ് വരും. ഇവിടെയാണ് ഈ ഇലക്ട്രിക് വെഹിക്കിൾസിലുള്ള ബെനിഫിറ്റ്. എനിക്ക് കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സീറോ കോസ്റ്റ് ആയിട്ട് തന്നെ പോയി വരാൻ കഴിയും. പക്ഷെ നിങ്ങൾക്ക് നല്ല ചാർജിന് നല്ല ടൈം എടുക്കും പോയി വരാൻ. ആ ടൈം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സീറോ കോസ്റ്റ് തന്നെ എറണാകുളം പോയി വരാം ഈ വണ്ടിയിൽ തന്നെ. അപ്പോൾ ഗൈസ് നമ്മൾ പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പെരിന്തൽമണ്ണ അത്യാവശ്യം റോഡ് പണി നടക്കണോണ്ട് നല്ല പൊടിയുണ്ട്. നേരെ പോയിട്ടാണ് ഇവിടുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകണം പട്ടാമ്പി. പട്ടാമ്പിയിൽ കുറച്ച് സ്ഥലങ്ങൾ ഭയങ്കര മോശം എന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കട്ടറാണ് കുറേ സ്ഥലങ്ങൾ. എന്നാലും നല്ല അത് കഴിഞ്ഞിട്ട് നല്ല റോഡുണ്ട്. നമ്മൾ ഈ കാണുന്നത് പട്ടാമ്പി ജംഗ്ഷനാണ്. ഈ പട്ടാമ്പി ജംഗ്ഷനിൽ റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂരിലോട്ട് ടച്ച് ചെയ്യാം പട്ടാമ്പി പാലം വഴി. അല്ലാതെ ഇവിടുന്ന് നേരെ ലെഫ്റ്റിലോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓലയുടെ ഷോറൂം ഉണ്ട്. ഈ ഓലയുടെ ഷോറൂം നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്തായാലും നമുക്ക് നേരെ പട്ടാമ്പി പാലത്തിലൂടെ നേരെ തൃശ്ശൂർ പോകും. നമ്മൾ പട്ടാമ്പിപ്പാലം കഴിഞ്ഞ് പട്ടാമ്പിപ്പാലം കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് നമുക്ക് ഇനി എത്ര കിലോമീറ്റർ ഓടാണെന്ന് എത്ര ഡിസ്റ്റൻസ് ഓടി എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ ഏകദേശം എസ്റ്റിമേറ്റ് 65 കിലോമീറ്റർ ഉണ്ട്. 56 കിലോമീറ്റർ നമ്മൾ ഏകദേശം കവർ ചെയ്തു. എറണാകുളം പോകുമ്പോൾ നമുക്ക് തൃശ്ശൂർ ടൗൺ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ തൃശ്ശൂർ ടൗൺ ടച്ച് ചെയ്യുന്നത് തന്നെ ഈ ഹൈപ്പർ ചാർജർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ കാണുന്ന നമ്മൾ 28 കിലോമീറ്റർ ഓടുള്ള ചാർജറുള്ളൂ. ഇനി നമ്മൾ നേരെ വിടുന്നത് ഹൈപ്പർ ചാർജിൻ്റെ അടുത്തേക്കാണ്. അവിടെ നിന്നാണ് പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ വിളിക്കുന്നത്. എന്തായാലും ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല നമ്മൾ പോകുന്നത്. അതും കഴിഞ്ഞ് നമുക്ക് സർവീസ് തന്നെ ഉണ്ട്. അത് പ്രതീക്ഷിച്ചാണ് നമ്മൾ പോകുന്നത്. ഹൈപ്പർ ചാർജ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു 50% മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. കിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടിയാണ് പോകുന്നത്. തൃശ്ശൂരിലെ പെരിങ്കാവ് വടക്കേ സ്റ്റാൻഡ് അടുത്തുള്ള BPCL പമ്പിൻ്റെ ഉള്ളിലാണ് ഈ ഹൈപ്പർ ചാർജർ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹൈപ്പർ ചാർജിങ് കുത്തിയപ്പോൾ വണ്ടി ചാർജ് ആവുന്നില്ല. ഹൈപ്പർ ചാർജിങ് കാണിക്കുന്നുണ്ട്, പക്ഷേ ടൈം കാണിക്കണം. രണ്ടാമത്തെ ഒന്ന് കുത്തിയൊക്കെ നമുക്ക് രണ്ടാമത്തെ കണ്ടെടുത്തൊന്ന് കുത്തിയൊക്കാം. ഈ കണ്ണ് കയറുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ടെമ്പറേച്ചർ 43 ഡിഗ്രിയാണ്. ഇതിൽ 53 ഡിഗ്രി വരെ ഫാസ്റ്റ് ചാർജിങ് ആവും. അത് കഴിഞ്ഞാൽ സ്ലോയ്ക്ക് തന്നെ പോകും. നമുക്ക് ഇത്രയും ടൈം നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുൾ ചാർജ് 112 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മളെ വണ്ടിയിൽ ഇനി ബാക്കിയുള്ള 11% ചാർജ് ഉണ്ട്. ഏകദേശം 15 കിലോമീറ്റർ ഇനി ഓടുന്നതാണ് പറയുന്നത്. ഗൈസ് അപ്പോൾ വണ്ടി കുത്തിവെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പവർ ഡിസ്കണക്ട് ആയി. ഗൈസ് വണ്ടി കുത്തിവെക്കും വീണ്ടും ഡിസ്കണക്ട് ആവും, വണ്ടി കുത്തിവെക്കും വീണ്ടും ഡിസ്കണക്ട് ആവും, വീണ്ടും ഡിസ്കണക്ട് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ കഴിച്ച് ഞാൻ മാക്സിമം കുറേ നേരമാണ് കുത്തി എങ്ങനെയും ഒരു 36% വരെ ആക്കിയിട്ടുണ്ട്. നമുക്കൊരു 52 കിലോമീറ്റർ ഓടാൻ പറ്റും. ഇരുട്ടായതുകൊണ്ട് കാരണം പറ്റും അറിയില്ല. നമ്മളിപ്പോൾ ചാലക്കുടി ഇല്ല സെൻറ്ററുള്ളത്. ഇനി ഇവിടുന്ന് ചാർജ് ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ എത്താം. ഹൈപ്പർ ചാർജ് ഫുള്ളി വർക്കിംഗ് ഒറ്റ ചാർജിൽ അവിടെ എത്താൻ. പക്ഷേ ഹൈപ്പർ ചാർജ് വർക്ക് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ചാർജ് ചെയ്ത് പോകാനേ മാർഗുള്ളൂ. ഗൈസ് നമ്മുടെ വണ്ടിയിൽ ഏകദേശം 12% ചാർജ് ഉണ്ട്. ഒരു 17 കിലോമീറ്റർ കൊണ്ട് നമ്മുടെ വണ്ടി ഓടും. ഗൈസ് ഇത് കൊത്തുപുറമാണ് നമ്മൾ വരുന്ന വഴി വാങ്ങിയതാണ്. ഈ ചാലക്കുടി എക്സ്പീരിയൻസ് സെൻ്ററിൻ്റെ അടുത്ത് കടകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് പാർസൽ വാങ്ങിച്ചിട്ടുണ്ട്. ടോള് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ തട്ടുകൾ വരും. തട്ടുകടയിൽ കയറി കഴിഞ്ഞാൽ വില ചോദിക്കുക. ഞാൻ വില ചോദിക്കാതെ മേടിച്ചത് എനിക്കൊരു 160 രൂപ വന്നു ഈ കൊത്തുപൊറോട്ടയ്ക്ക് മാത്രം. ഞാൻ ചിക്കനാണ് പറഞ്ഞത്. കൊത്തുപൊറോട്ട ഓക്കെ ആയിരുന്നു ഫസ്റ്റ് ടേസ്റ്റിന്. പിന്നെ കഴിച്ച് പെട്ടെന്ന് മടുക്കാൻ പറഞ്ഞിട്ടോ. ആർക്കെങ്കിലും ചാർജർ പുറത്ത് വെച്ച് പോകാൻ പേടിയാണ്. എനിക്ക് ചാർജറിൻ്റെ വള്ളി മാത്രം ഡിക്കി വെച്ച് ക്ലോസ് ചെയ്തേണ്ടത് ഇതുപോലെ. കുറേ സ്ലോ ചാർജർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടൈം ഇരിക്കേണ്ടി വന്നു. നമുക്ക് ഏകദേശം 2 മണിക്കൂറോളം ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ 46% ഉണ്ട്. 65 കിലോമീറ്റർ ഏകദേശം പോകാൻ പറ്റുന്നവരാണ്. അവസാനം ഗൈസ് നമ്മളവിടെ എത്തിട്ടോ, എറണാകുളത്ത് എത്തി. അപ്പോൾ ഗൈസ് വെൽക്കം ടു ദ സിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഇന്ന് തൽക്കാലം വെയിറ്റ് ആയിരുന്നു. ഞാൻ എൻ്റെ ബ്രദറിൻ്റെ റൂമുണ്ട് എറണാകുളത്ത്, അവിടെയാണ് സ്റ്റേ ചെയ്യണത്. ഇപ്പോൾ ഏകദേശം 17% ചാർജ് ഉണ്ട്. 26 കിലോമീറ്റർ ഓടും. ഇപ്പോൾ 167 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു കേട്ടോ. അപ്പോൾ ഗൈസ് വളരെ ടയർഡാണ്. അത്യാവശ്യം നല്ല സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് തേങ്ങ കൊണ്ടേ കൊടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് നാളെ രാവിലെ തേങ്ങ കൊണ്ടേ കൊടുത്ത് നാട്ടിൽ തിരിച്ചെത്തണം. അപ്പോൾ ഗൈസ് ദിസ് ഈസ് മീ മാരിയോ സൈനിങ് ഓഫ്.